നാലാമത്തെ ഹുക്കുമോ അല്ലിദാബത്തുന്നോ? എവിടെ ഇദാബത്ത്? നാലാമത്തെ എത്ര പേജ്? 52 അതിലല്ല ഹുക്കുമുൽ ഖാമിസു എന്നല്ല തുടങ്ങുന്നത്. അതിന്റെ നാലാമത്തതാ. അഹദുഹ അത് കഴിഞ്ഞു. സാലിദുഹ റാബിഉ അൽ ഹുക്മു റാബിഉ അല്ലിദാബത്തു ഫിൽ കുഞ്ഞത്തി. കുഞ്ഞത്തിനകത്തുള്ള ഇലാബത്ത്, കുഞ്ഞത്ത് ഇബിനോ ബിന്ദോ വേറെ ഏതെങ്കിലും കൂട്ടി പറയുന്നത് കുഞ്ഞത്ത് നല്ലത്. അപ്പൊ ഇബിനെന്തായാലും നല്ല ബിന്ദു വേണം. അതിന്റെ മുദാഫിയിലേക്കായി വരുന്ന സാധനം അറിയപ്പെട്ടതേ ആകാവൂ, അങ്ങനൊന്നുമില്ല. ഖത്തകൂനു മജ്ഹൂലത്തൻ നസബി, അതിന്റെ നസബ മജ്ഹൂലായതായിരിക്കും. ഇബ്നു ഉർസ്, ഇബ്നു ഉർസ് എന്ന് പറയും. ഏതാ? പിന്നെയോ ഇബ്നു ഹിമാർ എന്നറിയും, ഇബ്നു ഖുബാൻ എന്നൊക്കെ പറയും. ഖത്തകൂനു മഅലൂമത്തൻ നസബി, നസബ മഅലൂമായതായിരിക്കും. ഇബ്നു ലബൂൻ, ബിന്ദു ലബൂൻ നമ്മൾ പറയത്തില്ല, 2 വയസ്സുള്ളത് 3 അങ്ങനെ പറയും. ഇബ്നു മഖാൽ, ബിന്ദു മഖാൽ. കാരണം അന്നന്നാക്കത്ത ഒട്ടകം ഇതാ വലതത്ത് വലതൻ, അത് പ്രസവിച്ചാൽ ഇതിന്ന് ഒട്ടകത്തിന്റെ തവണം. തുമ്മ ഹമല അലൈഹ ബഅദ ബിലാദത്തിഹ, പ്രസവം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഹംലായാൽ ഫഇന്നഹാ ലാ തസീറു മഖാലൻ, ആവുകയില്ല ഇല്ല സനത്തിൽ, 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലാതെ. അൽ മഖാലു അൽ ഹാമിലു അൽ മുഖിരിബു, എടാ പ്രസവത്തിനോടടുത്ത ഗർഭിണിയായ പെണ്ണ് ഒട്ടകം. ഫവലദുക ഇൻകാന ദക്കറനായാൽ പേര് പറയും ഇബ്നു മഖാൽ, വൈൻകാന ഉൻസയായാൽ ബിന്ദു മഖാൽ. മഖാൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? 9 മാസം തികഞ്ഞ് പിന്നെ പ്രസവത്തിനോട് ഡേറ്റ് അടുത്തത്. അപ്പൊ ഇബിനാകുമ്പം പ്രസവിച്ച കുട്ടി ആണാണെങ്കിൽ ഇബിനു മഖാൽ എന്ന് പറയും. പക്ഷെ എന്തു പറയാനെന്നോക്കല്ലോ. സുമ്മയിതാപുലിതത്ത് വസാറലഹ ലബനും, പാലൊക്കെ ഉണ്ടായി കഴിയുമ്പം സാറത്ത് ലബൂനൻ, അപ്പൊ ഇബ്നു ലബൂൻ, ബിന്ദു ലബൂൻ. ഫൗദീഫൽ വലദു ഇലൈഹാ ബിഇളാഫത്തിൻ മഅലൂമത്തിൻ, അതിന് വെച്ചാല് പ്രസവിച്ച കുട്ടി ആണാണെങ്കിൽ ഇബ്നു ലബൂൻ എന്ന് പറയും, പെണ്ണാണെങ്കിൽ ബിന്ദു ലബൂൻ എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞത്തലമിനകത്ത് വരുന്ന മുദാഫ് ഇലൈഹി ഒന്നുകിൽ എന്താകാം? ഇബ്നു ആവ എന്ന് പറയത്തില്ല, ഇബ്നു ആവ കുറുക്കന്റെ മോൻ, ഇബ്നു ആവ, ഇബ്നു ഉറുസ് പെച്ചാരുടെ മോൻ എന്നൊക്കെ പറയത്തില്ലേ നമ്മള്. മറ്റേതിന്റെ അർത്ഥം നോക്കണം കേട്ടോ. കുബാനോ? ഇതാണ് കുബാൻ. ഒരു കുബാനോടെ വന്നില്ലേടാ പിള്ളേരെ? എന്തോ അത്? ഖബ്ബാൻ, വെള്ളിക്കോലിന്റെ മകൻ. ഒരാൾക്ക് പേരൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല, ഡീസന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി എന്താ? അല്ലോക്കുമിനോ സീതജിത്തമായ ഇസ്മു അൽ ലഖബു, ഇസ്മും ലഖബും ഒരുമിച്ച് വന്നു ഇല്ലേ? അങ്ങനെ നമ്മള് പറയാനല്ല. കുഞ്ഞത്തന്നൊക്കെ പറഞ്ഞില്ലേ കിതാബില്? അങ്ങനെ ഞങ്ങളെ അൽഫിയല് പാട്ടില്ലേടാ? താ കുഞ്ഞത്തം പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് ചിത്തമാൽ ഇസ്മു അല്ലഖബു എന്ന ഫൽ ഇസ്മു, ഇസ്മു ചിലപ്പോ ഇമ്മായക്കുന മുദാഫനാകും. ഔല ഇല്ലമ്മക്കുൻ മുദാഫൻ അല്ലെങ്കിൽ ഉദീഫൽ ഇസ്മു ഇലൽ ലഖബി. സഈദ് കുറുസ്, പണ്ടേ നമ്മൾ കുറുസ് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ട സഈദ് എന്ന തടി, ഒന്നുകൊണ്ട് ഇസ്മു മറ്റൊന്നുകൊണ്ട് മുസമ്മയും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്ന പണ്ടേ. പിന്നെ സഈദ് കുറുസിൻ വ ഖൈസു ബത്ത എന്നൊക്കെ പറയും. ലിഅന്നഹു യസീറുൽ മജ്മൂഉ, അങ്ങനെ ഒരു മജ്മൂഅ ബി മൻസിലത്തിൽ ഇസ്മിൽ വാഹിദി, ഇസ്മുൽ വാഹിദിന്റെ സ്ഥാനത്താവും. അമ്മായിൻ കാന ഇസ്മു മുദാഫനായാലോ നഫഹും, അവർ യുഫ്രിദൂനൽ ലഖബ, ലഖബിനെ മാറ്റോടെ നിർത്തും, തനിപ്പിക്കും. ലഖബിനെ എന്തില്ല മറ്റേലേക്ക് ഇസ്മിലേക്ക് ഇലാഫത്തില്ല. കാരണം ഇസ്മല് വണ്ടന് മുദാഫിലായിട്ട് വന്നേക്കുന്നത്. അബ്ദുല്ലാഹി ബത്ത എന്ന് പറയും, മനസ്സിലായില്ലേ? പിന്നെ ഇനി നമ്മൾ പറയാൻ പോവാം ഈ കുഞ്ഞത്ത് അലമ വെച്ചതിനാലുള്ള യുക്തി, തന്ത്രം, അസിറു വേണ്ടാ. അൽ ഹുക്മു സാദിസു അൽ മുഖ്തദിയ തേടും ലിഹുസൂരിൽ കുഞ്ഞത്തി,
കുഞ്ഞത്തിന്റെ ഹുസൂലിനുണ്ട് ഉമൂറ്. അഹദുൽ ഇഖ്ബാറു അൻ നഫ്സിൽ അമരി, നഫ്സുൽ അമറിനെ തൊട്ടങ്ങ് പറയല് തന്നെ. ഖൗലിന് അബൂ താലിബ് എന്ന് പറയും. മൂപ്പര് പണ്ട് അന്ന് താലിബായിപ്പോയി, അതുകൊണ്ട് പേരെന്താ താലിബ് എന്നായി. എന്താ അബൂ താലിബ്, താലിബിന്റെ വാപ്പാന്ന്, തേടുന്നവന്റെ വാപ്പാന്നായി. കാരണം എന്താ, മൂപ്പര മകൻ കാണാതെ പോയിരുന്നു. അപ്പൊ മോനെ അന്വേഷിച്ചു പോയി. അപ്പൊ ആൾക്കാരെന്ത് പറഞ്ഞു, അബൂ താലിബ്. അതാ മനസ്സിലായില്ല. നഫ്സുൽ അമർ അങ്ങനെ തന്നെയാണ്. ഖൗലിന് അബൂ താലിബ് ഫഇന്നഹു കന്ന അണ്ടാ ബിബിനിഹി, ഫഇന്നഹു തീർച്ചയായും കാര്യം കന്ന അയാൾ കുഞ്ഞത്ത് വെച്ചു, ബിബിനിഹി മകന് താലിബെന്ന്. അങ്ങനെ എടാ മകന് പേര് വെച്ചു, എന്ത് താലിബെന്ന് പേര് വെച്ചു. അപ്പൊ ആരായി, അബൂ താലിബായില്ലേ. അതാ നഫ്സുൽ അമർ. അങ്ങനെ എടാ നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല. പേരെന്ത് വെച്ചു, എന്നെ പറ്റി വേണേ അബു ഫാത്തിമ എന്ന് പറയാമല്ലോ, അല്ലെ അബു സയ്യിദ എന്ന് പറയാമല്ലോ നമ്മളെ പറ്റിയിട്ട്. അതേപോലെ അതാ നഫ്സുൽ അമർ. ഖൗലിന് അബൂ താലിബിന് ബൈനഹു കന്ന, മാനവർ കുഞ്ഞത്ത് വെച്ചു. കനാന്ന് മതിയായിരിക്കും, കന്നാവ് തക്കിനിയത്ത് വരത്തില്ല. കനാ ബിബിനിഹി ത്വാലിബ്. വസാനിഹ അത്തഫാഉൽ വറജാഉ, സുബലക്ഷണവും ആഗ്രഹവും. കവലിയും അബൂ അംർ എന്നറിയും. അബൂ അംർ എന്ന് പേര് വെക്കും. സംഗതി അംർ എന്ന് പറയുന്ന മോനില്ല. ആരാ, ലിമൻ യർജു വലദൻ യതൂലു ഉമറുഹു, ഒരു കുട്ടി വേണം, ആ കുട്ടിക്ക് ഒരുപാട് ദീർഘായുസ്യം വേണം. അപ്പൊ അങ്ങനെ ആഗ്രഹം വെച്ചോണ്ട് എന്ത് ചെയ്തു, അയാൾക്ക് പേര് വെച്ചു അബൂ അംർ. അബുൽ ഫദൽ ലിമൻ യർജു വലദൻ ജാമിഅൻ ലിൽ ഫളായിലി സാലിദു അൽ ഈമാഉ ഇല ളിദ്ദി. കണ്ടോ, ളിദ്ദിലേക്കും ചിലപ്പോ എന്ത് ചെയ്യും, ഈ സൂചിപ്പിക്കാൻ വേണ്ടി പറയും. അബീ യഹ്യ എന്ന് പറയും. ആരെ പറ്റിയിട്ട്, ലിൽ മൗത്തി, അബൂ യഹ്യ എന്ന് പറയും. യഹ്യയുടെ വാപ്പാന്ന്. യഹ്യയുടെ വാപ്പ വെച്ചാൽ മൗത്തിന്റെ വാപ്പാന്ന് തന്നെ അടുത്തൊന്നു കണ്ടാ. പിന്നെ റാബിഉ യകൂന റജുലു ഇൻസാനൻ മശ്ഹൂറൻ വലഹു അബു മശ്ഹൂറുൻ. ഇവന് ഒരാളെന്താകാം, അയാൾ മശ്ഹൂറായ മോനാണ്, മശ്ഹൂറായ മനുഷ്യനാണ്, പാപ്പായും മശ്ഹൂറാണ്. കണ്ടാ, അവൻ രണ്ടും മശ്ഹൂറാവിന് എന്ത് ചെയ്യും, കണ്ടാ പരസ്പരം തഅറുദാവും. അൽ കുഞ്ഞത്ത് ഫഇന്ന യൂസുഫ കുഞ്ഞത്ത് അബു യാക്കൂബാണ്, യാക്കൂബ് കുഞ്ഞത്ത് അബു യൂസുഫാണ്. കണ്ടാ, അവിടെ യാക്കൂബ് എന്ന് പറഞ്ഞാൽ ഖാമിസു ഇസ്തിഹാറു റജുലി, യൂസുഫ് എന്ന് പറഞ്ഞ യാക്കൂബ് എന്ന് പറഞ്ഞ. അബൂ യൂസുഫ് എന്ന് പറഞ്ഞാൽ യാക്കൂബിലേക്ക് പോകും, അബൂ യാക്കൂബ് എന്ന് പറഞ്ഞാൽ യൂസുഫിലേക്കും പോകും. അപ്പൊ അങ്ങനെ പറയണ്ട, യൂസുഫ് എന്ന് പറഞ്ഞാൽ മതി, മറ്റേന്ന് പറഞ്ഞാൽ മതി, യാക്കൂബ് എന്ന് പറഞ്ഞാൽ മതി. അബൂ യൂസുഫ്, അബൂ യൂസുഫും യൂസുഫും രണ്ടുപേരും തന്നെയാണ്. അബൂ യൂസുഫ് ആരെ, യാക്കൂബും യൂസുഫ് ആരെ പ്രസിദ്ധമായതല്ലേ, അതുകൊണ്ട് ഇത് വെക്കണ്ട. തിരിഞ്ഞോ? ഇനി എന്താ, മശ്ഹൂറൻ വലഹു അബു മശ്ഹൂറുൻ, അങ്ങനെ ആണെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യേക്കാം, അങ്ങനെയും കുഞ്ഞത്തുറന്നല്ലേ. ഫയത്തഖാറലാനി, തഖാറുന്നു തഖാറെന്തോ അൽ കുഞ്ഞത്ത്. അപ്പൊ പരസ്പരം എന്ത് ചെയ്യും, കിടപിടിക്കുന്നതായിരിക്കും. ഫഇന്ന യൂസുഫ കുഞ്ഞത്തു അബു യാക്കൂബ്, യാക്കൂബ് കുഞ്ഞത്തു അബു യൂസുഫ്, അങ്ങനെ പറയാം. ഖാമിസുഹ എന്ത്, ഇസ്തിഹാറു റജുലി ബിഖസ്ലത്തിൻ, അപ്പൊ വയുക്ന ബിഹാ ബിസബബി ഇത്തിസാഫി ബിഹാ, ഒന്നുകിൽ അതുകൊണ്ട് വിശേഷണം സിദ്ധിച്ചാനാകും, അവന്തിസാബിയിലേക, അല്ലെങ്കിൽ അയാളിലേക്ക് നിസ്ബ ചേർക്കലാവും. എങ്ങനെ ചേർക്കും, ബിവജീൻ ഖരീബിൻ ഔ ബഈദിൻ. അബൂലഹബ് എന്നൊക്കെ പറയത്തില്ലേമാണ്, അബൂലഹബ് പറയില്ലേ. അത്തഖ്സീമു താനി ലിൽ അലാമി അല്ലനു ഇമ്മാ യകൂനു മുഫറദൻ ഔ മുറക്കബൻ മിൻ കലിമത്തൈനി ലാ അലാഖത ബൈനഹുമാ കബഅല ബക്ക ഔ ബൈനഹുമാ അലാഖത്തുൻ വഹിയ ഇമ്മാ അലാഖത്തുൽ ഇളാഫ കഅബ്ദില്ലാ വബി സൈദ് ഔ അലാഖത്തുൽ ഇസ്നാദ്. അത് ഇമ്മാ ബിജുംലത്തിൻ ഇസ്മിയത്തിൻ ഔ ഫീലിയത്തിൻ സബഖർനഹ എന്നൊക്കെ പറയുന്നതാണ് ഇതൊക്കെ. രണ്ടാമത്തെ തഖ്സീം അലമുകൾക്ക് അല്ലനു ഇമ്മാ യകൂനു മുഫറദനാകും, മുഫറദാകുമ്പോൾ എന്ത് ചെയ്യും, പോലെ അത് മുറക്കബാകും. ആ മുറക്കബാകുമ്പോൾ തന്നെ മീൻ കലിമത്തൈനി ആകും. ലാ അലാഖത്ത് ബൈനഹുമാ, ബായലും ബക്കും തമ്മിലൊരു അലാഖത്തും ഇല്ല. അലാഖത്തില്ല ബായലും ബക്ക് എന്നുള്ളത് ആരാധിക്കുന്ന
വിഗ്രഹത്തിന്റെ പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഔബൈനമ അലാക്കത്തുണ്ട്. പക്ഷെ വഹിയ ആ അലാക്കത്ത് ഇമ്മ അലാക്കത്തുൽ ഇളാഫത്താവും അബ്ദുല്ല അബു സൈദ്, അവലാക്കത്തുൽ ഇസ്നാദാവും വഹുവ ഇസ്നാദ് അലാക്കത്ത് ഇസ്നാദിന്റെ അലാക്കത്ത് ഇമ്മ ജുംലത്തുൻ ഇസ്മിയാകും, ഇല്ലേ? ഇസ്മിയായ ജുംലയാകും. ഒന്നുകിൽ വളയല് പ്രകാശിച്ചോളെന്ന് പറയത്തില്ലേ, അതിനൊരു വായനയില്ലേ? ശാപകർണഹോ എന്നൊക്കെ പറയും, അത് ഫീലയമിലാണ്. ജയ്ദും ഖായിമിനും ഒരാൾക്ക് പേര് ചൊല്ലും മുൻപന്തിയാണ്. വമിൻ ഫുറൂഇൻ ഹാദൽ ബാബി അന്നക ഇദാ ജഅൽത ജുംലത ഇസ്മാലമിൻ ലം തുഗയ്യിർഹാ അൽബത്ത ബൽ തത്രുകുഹാ ബിഹാലിഹാ മിസ്ലു അത് നടക്കുന്നത് തഅബ്ബത്ത ശർറ ബരിഖ നഹ്റുഹു അങ്ങനെ തന്നെ പറയണം. അതിന് ഇനി വേറെ പ്രത്യേകിച്ച് ഇദാ ജഅൽത നീ ആക്കിയാല് ജുംലത്തൻ ഒരു ജുംലയാക്കി എന്താക്കി ഇസ്മാലമിൻ അലമിന്റെ പേരാക്കിയാൽ ലം തുഗയ്യിർഹാ അതിനെ അങ്ങനെ തന്നെ നിർത്തണം. ആമിലുകൾ വരുന്നതനുസരിച്ചുകൊണ്ട് ജാ തഅബ്ബതു എന്ന് പറയണ്ട, റഅയ്തു തഅബ്ബത എന്ന് പറയണ്ട, മറത്തു ബി തഅബ്ബതി എന്ന് പറയണ്ട. തഅബ്ബത ശർറ ഹദറമൗത്ത് എന്ന് പറയത്തില്ലേ, ഹാദിഹി ഹദറമൗത്ത്, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങ് പറയണം. ലം തുഗയ്യിർഹാ അൽബത്ത ബൽ തത്രുകുഹാ ബിഹാലിഹാ മിസ്ലു തഅബ്ബത ശർറൻ വബരിഖാ